പരീക്ഷ, ലക്ഷക്കണക്കിന് സ്വപ്നങ്ങൾ, ഒരു ചോദ്യപേപ്പർ, അനേകം ജീവിതങ്ങളുടെ ഭാവി. എന്നാൽ ആ ചോദ്യപേപ്പറിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തകരുന്നത് ഒരു പരീക്ഷാ സംവിധാനത്തിന്റെ മതിലുകൾ മാത്രമല്ല, യുവതലമുറയുടെ ആത്മവിശ്വാസം കൂടിയാണ്. പറഞ്ഞു വരുന്നത് നെറ്റ് ചോദ്യപേപ്പറിനെ പറ്റി വീണ്ടും ഉയരുന്ന ഗുരുതര ആരോപണങ്ങളെ പറ്റിയാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതാ പരീക്ഷകളിലൊന്നായ UGC നെറ്റ് വീണ്ടും വിവാദങ്ങളുടെ നടുവിലാണ്. ഇത്തവണ സോഷ്യോളജി വിഷയത്തിന്റെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുന്നേ പുറത്തായെന്ന ഗുരുതര ആരോപണമാണ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്. പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ചെന്ന് പറയപ്പെടുന്ന ഒരു രേഖയിലുള്ള നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിലെ ചോദ്യങ്ങളുമായി സാമ്യമുണ്ടെന്ന അവകാശവാദമാണ് ഉയരുന്നത്. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ തലത്തിലും ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ PDF ആയി പ്രത്യക്ഷപ്പെട്ട ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നതെന്ന് പരീക്ഷാർത്ഥികൾ ആരോപിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നാണ് NTA വിശദീകരണം. 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യപേപ്പറാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ 96 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ആവർത്തിച്ചിരുന്നുവെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം. ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2.5 ലക്ഷം രൂപയ്ക്കാണ് ഈ ചോദ്യങ്ങൾ അടങ്ങിയ PDF ഫയൽ വിറ്റിരുന്നതെന്നും ആരോപണമുണ്ട്. ആരോപണം കോൺഗ്രസും ഏറ്റെടുത്തു. എക്സിൽ വന്ന കുറിപ്പ് രാഹുൽ ഗാന്ധിയും പങ്കുവച്ചിട്ടുണ്ട്. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന പിഴവുകൾ അന്നു തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതേ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ ചോർന്നുവെന്ന ആരോപണവും പുറത്തുവരുന്നത്. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ച NDA നിഷേധിച്ചു. ചോദ്യപേപ്പർ പുറത്തു വന്നത് പരീക്ഷ നടന്ന് 6 ദിവസത്തിന് ശേഷമാണെന്നും ചോർന്നിട്ടില്ല എന്നുമാണ് NDA വിശദീകരണം. വിദ്യാർത്ഥികളുടെ മനസ്സിൽ വരുന്ന ആശങ്ക എന്നാൽ ചെറുതല്ല. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് മത്സര പരീക്ഷയെ നേരിടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നീതിയുക്തമായ മത്സരമാണ്. ആ വിശ്വാസത്തിൽ ചെറിയൊരു വിള്ളൽ പോലും ഉണ്ടായാൽ അതിന്റെ ആഘാതം മാർക്കിലോ റാങ്കിലോ മാത്രം ഒതുങ്ങില്ല. ഒരു തലമുറയുടെ ആത്മവിശ്വാസത്തെയാണ് അത് ബാധിക്കുക. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ ദേശീയ മത്സര പരീക്ഷകളെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ആരോപണവും അതീവ ഗൗരവത്തോടെയും പൂർണ്ണ സുതാര്യതയോടെയും പരിശോധിക്കപ്പെടണമെന്ന ആവശ്യമാണ് വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും ഒരുപോലെ ഉയർത്തുന്നത്. കാരണം ഒരു പരീക്ഷയുടെ മൂല്യം അതിലെ ചോദ്യങ്ങളുടെ കാഠിന്യത്തിലല്ല, മറിച്ച് അതിന്റെ വിശ്വാസ്യതയിലാണ്. ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന സംവിധാനങ്ങൾ സംശയങ്ങൾക്ക് അതീതമാകുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ അടിത്തറ കൂടുതൽ ശക്തമാകുന്നത്. അതിനാൽ ഈ വിവാദത്തിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുക എന്നത് ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയോടുമുള്ള നീതിയുടെ പരീക്ഷ കൂടിയാണ്. സത്യം എന്തായാലും രാഷ്ട്രീയ വിജയത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി വളർന്നു വരുന്ന ഭാവി തലമുറയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഇനി ഏത് പാർട്ടിക്കാരനായാലും മതത്തിൽ വളർന്നവനായാലും മനുഷ്യനെന്ന നിലയിൽ ഏറ്റവും വലിയ നെറുകെട്ടവനും പരാജിതനുമാണ് എന്ന് പറയാതെ വയ്യ.